ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫെബ്രുവരിയിൽ 2026 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന എക്സാം, സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാം ഏതൊക്കെയെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ജാനുവരി മന്തിൽ നമുക്ക് എക്സാമുകളുണ്ട്. അത് എല്ലാവർക്കും അറിയായിരിക്കും ഏതൊക്കെയാണ് ഡേറ്റ് എന്നും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫെബ്രുവരി മാസത്തെ എക്സാം ഡേറ്റ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് നോക്കുന്നത് കാറ്റഗറി നമ്പർ വരുന്നത് 097/2025 ആണ്. അത് നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അത് നമ്മുടെ ഡിസംബർ കഴിഞ്ഞ വർഷം, അതായത് 2025 ഡിസംബർ 11 നടത്താൻ വെച്ചിരുന്ന എക്സാം ആയിരുന്നു. അപ്പോൾ അത് ഡേറ്റ് മാറ്റിയിട്ട് എക്സാം ഡേറ്റ് വരുന്നത് 4/2/2026 ആണ്. അതായത് ഫെബ്രുവരി 4 ആ ഒരു എക്സാം വരുന്നത്. അത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ്. അത് സ്റ്റേറ്റ് വൈഡ് ആണ്. അതുപോലെ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരുന്നത് 12,862 കാൻഡിഡേറ്റ്സ് ആണ് ആ ഒരു നോട്ടിഫിക്കേഷനിലോട്ട് അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എക്സാം ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഫെബ്രുവരി 4 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിലിൻ്റെ കാറ്റഗറി നമ്പർ 097/2025 എക്സാം ഡേറ്റ് വരുന്നത്. ദെൻ അടുത്ത് വരുന്നതാണ് കാറ്റഗറി നമ്പർ 180/2025. ഓക്കെ, 180/2025 അതും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതും ഈ പറഞ്ഞതുപോലെ 2025 ഡിസംബർ 11 നടത്താൻ പറ്റുന്ന എക്സാം ആയിരുന്നു. അതും എന്നാണ് നടക്കുന്നത്? നമ്മുടെ ഈ ഒരു 4 തന്നെയാണ് ഈ ഒരു 2 എക്സാം, അതായത് കാറ്റഗറി നമ്പർ 097/2025 അതുപോലെ 180/2025 ആ 2 കാറ്റഗറിയിലുള്ള എക്സാംസ് നമ്മുടെ ഫെബ്രുവരിയിൽ 4 നടക്കുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ 18,021 കുട്ടികളാണ് അപ്ലൈ ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമാണ് പറയുന്നത്. 18,021 പേരാണ് ആ ഒരു കാറ്റഗറിയിൽ ഉള്ളത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്ന എക്സാമാണ് കാറ്റഗറി നമ്പർ 256/2024. കാറ്റഗറി നമ്പർ 256/2024 ആണ്. അത് വർക്ക്ഷോപ്പ് അറ്റൻഡർ ആണ്. ഡ്രാഫ്റ്റ്മാൻ സിവിലാണ്. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഫ്രഷർ റിക്വയർമെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺലി. അവർക്ക് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ള മാത്രം എക്സാമാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡാണ് പോസ്റ്റ് വരുന്നത്. എക്സാം ഡേറ്റ് വരുന്നത് 11/2/2026 ആണ്. അതായത് 2026 ഫെബ്രുവരി 11 ആ ഒരു എക്സാം വരുന്നത്. അതിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് 160 പേരാണ്. അതൊരു നമുക്കറിയാം ST കാർക്ക് വേണ്ടി മാത്രമുള്ള എക്സാമാണ്. സോ ആ ഒരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എണ്ണം നിങ്ങളോട് നിന്ന് അറിഞ്ഞിരിക്കുക. അതിനൊക്കെ ആ ഒരു 160 പേരാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സാമാണ് നമ്മുടെ ഈ ഒരു ഫെബ്രുവരി മാസത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ദെൻ അതോടൊപ്പം നമ്മുടെ ഈ ഒരു 2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത എക്സാമുകൾ, അതായത് ഈ ഒരു 2025 ഡിസംബർ ലാസ്റ്റ് ഡേയിൽ PSC കുറച്ച് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കറക്റ്റ് ടൈമിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ആ ഒരു 2026 എക്സാമുകളുടെ ഒരു പ്രോബബിൾ കലണ്ടർ PSC പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത് നമുക്ക് അതിനെപ്പറ്റി നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. ഫെബ്രുവരിയിൽ ഈ ഒരു 3 എക്സാമാണ് നമ്മൾ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഓക്കെ, അപ്പം പുതിയ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഇവിടെ ലാസ്റ്റ് കൊടുത്തിരിക്കും. അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.